I think we can start. So, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൊസൈറ്റി ഫോർ ട്രോപ്പിക്കൽ ഇക്കോളജി ആൻഡ് റിസർച്ച് നടത്തുന്ന എഡ്യൂക്കേഷണൽ സീരീസിന്റെ 3rd സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ 2 സെഷൻസ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസിനെ പറ്റിയായിരുന്നു. നല്ല സക്സസ് ആയിരുന്നു അത്. സോ ദ തേർഡ് ടൈം വിച്ച് ഇസ് ദിസ് സെഷൻ ഇറ്റ്സ് തുമ്പി വിശേഷം, അതായത് നമ്മൾ തുമ്പികളെ കുറിച്ചുള്ള ഒരു introductory class, and this will be handled by Muhammad Amin. He's a young citizen scientist. So without further ado, I think we can start. And yes, Amin, you can start, I guess. Thank you. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി തുമ്പികളെ പറ്റി അധികം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ചധികം സ്പീഷീസുകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ തുമ്പികൾ എല്ലാവർക്കും തുമ്പികളായിട്ട് നല്ല അനുഭവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ചെറുപ്പത്തിൽ എല്ലാവരും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയും അതുപോലെ തുമ്പിയെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നു. പക്ഷെ നമ്മൾ എന്താണ് തുമ്പിയെന്നോ തുമ്പിയെ അടുത്തറിയാനായിട്ട് ആരും ശ്രമിക്കാറില്ല. ഞാനത് പറയുന്നത് എന്താണ് തുമ്പികളും തുമ്പികളുടെ ഫർദർ ക്ലാസിഫിക്കേഷനും അതേപോലെ അവരുടെ ലൈഫ് സൈക്കിൾ അതുപോലെ കുറച്ച് തുമ്പികളെ പരിചയപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാവരും തുമ്പിയായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാവും, തുമ്പികളെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ തുമ്പികൾ സയന്റിഫിക്കലി പറയുവാണെങ്കിൽ ഓർഡനേറ്റ്സ് എന്ന് പറയും. തുമ്പികളെ പറ്റി ഓർഡനേറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഓർഡനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഓഡോണ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഓർഡനേറ്റ് അഥവാ ടൂത്ത് എന്ന് മീനുള്ള വാക്കിൽ നിന്നാണ് ഓർഡനേറ്റ്സ് എന്ന് പറഞ്ഞ പദം ഉണ്ടായത്. ഓർഡനേറ്റ്സിൽ ഡ്രാഗൺ ഫ്ലൈസും ഉണ്ട്, കാൻസർ ഫ്ലൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസിക്കലി നമ്മളൊക്കെ ഉൾപ്പെടുന്ന കിങ്ഡായിട്ടുള്ള അനിമാലിയയിൽ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ ഏറ്റവും വലിയ ക്ലാസ് ആയിട്ടുള്ള ഇൻസെക്റ്റയിലാണ് തുമ്പികൾ ഉൾപ്പെടുന്നത്. അപ്പോൾ തുമ്പികളുടെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡനേറ്റ എന്ന് പറയുന്ന ഓർഡറാണ്. അപ്പോൾ പുതിയതാണ് നമ്മൾ ഓർഡനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. തുമ്പിയെ ഓർഡനേറ്റ്സ് എന്ന് വിളിക്കുന്നത് ഏതോ ഓർഡർ ഓർഡനേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഓർഡനേറ്റയ്ക്ക് 3 സബ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് അനിസോട്രയാണ്, അപ്പോൾ ഡ്രാഗൺ ഫ്ലൈസ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന തുമ്പികൾ കല്ലൻ തുമ്പി എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഡ്രാഗൺ ഫ്ലൈസ്. അതുപോലെ സൈഗോട്രയിൽ വരുന്ന ആൾക്കാരാണ് ഡാംസൽ ഫ്ലൈസ്. നമ്മളെല്ലാവരും ചെറിയ ചെറിയ കുഞ്ഞി തുമ്പികളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പൊതുവെ സൂചിത്തുമ്പി എന്നാണ് ഈ ഡാംസൽ ഫ്ലൈസ് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത്. പിന്നെ മറ്റൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ് അനിസോസൈഗോട്ര എന്ന് പറയുന്നത്. ഇവർ കുറച്ച് സ്പീഷീസേ ഉള്ളൂ. നമ്മുടെ വെസ്റ്റേൺ ഗൾഫിലോ കേരളത്തിലോ അങ്ങനെ സ്പീഷീസുകളൊന്നും ഇല്ല. മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു സ്പീഷീസ് തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഇന്ന് 2 ഗ്രൂപ്പുകളെ പറ്റി പരിചയപ്പെടാം, അനിസോട്രി, സൈഗോട്രി. സോ അനിസോട്ര എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്ലൈസ് ആണ്, മലയാളത്തിൽ കല്ലൻ തുമ്പി എന്ന് പറയാം. നമ്മളെ എല്ലാവരും കൂടുതൽ കാണുകയും അതൊക്കെ അറിയാൻ ചെയ്തിട്ടുണ്ടാവുക ഡ്രാഗൺ ഫ്ലൈസ് എന്നായിരിക്കും. കാരണം ഇവർ ഇച്ചിരി വലുതാണ്, പെട്ടെന്ന് കാണാൻ പറ്റും, സ്പോട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ സൈഗോട്ര എന്ന് പറയുന്നത് ഡാൻസിൽ ഫ്ലൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഡിഫറൻസ് പറയുന്നതിന് മുമ്പ് നമ്മുടെ തുമ്പിയുടെ ഒരു ജസ്റ്റ് നമ്മുടെ തുമ്പിയുടെ ഒരു ഔട്ട്ലുക്കും അല്ലെങ്കിൽ അതിൻ്റെ ബോഡി പാർട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്കൊരു തുമ്പിയെ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാ തുമ്പിയെയും 3 ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബോഡി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹെഡാണ്, മറ്റൊന്ന് തൊറാക്സ് ആണ്, ഒന്ന് അബ്ഡോമൻ ആണ്. ഞാൻ അനലൈസ് ഒക്കെ വെച്ച് കാണിക്കാം. ഇപ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഹെഡിൽ മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ ലാബ്രവും പിന്നെ കണ്ണുമാണ്. തൊറാക്സിൽ മെയിൻ ആയിട്ട് അതാണ് തൊറാക്സിൽ പോർഷനാണ്. ഹെഡ് കഴിഞ്ഞിട്ട് ഈ ഭാഗമാണ് തൊറാക്സ് എന്ന് പറയുന്നത്. തൊറാക്സിൽ മെയിൻ ആയിട്ട് അതിൻ്റെ ചിറകുകൾ ഫോർവിങ്ങും ഹിൻവിങ്ങും 2 പെയർ ഓഫ് വിങ്സ് ആണ്. ഒരു 1 പെയർ ഓഫ് ഫോർവിങ് ആൻഡ് 1 പെയർ ഓഫ് ഹിൻവിങ് ആണ് തുമ്പികൾ കാണുന്നത്. പിന്നെ അതിൻ്റെ കാലുകൾ ആഫ്റ്റർ ഇതിൻ്റെ അബ്ഡോമിനൽ സെക്ഷനാണ് ഉദരഭാഗം. അതിലാണ് 10 സെഗ്മെന്റോട് കൂടിയിട്ടാണ് അതിൻ്റെ തുമ്പികളുടെ ഒബ്ഡോമിൻ കാണാറുള്ളത്. അതിൽ ഏറ്റവും അവസാനം അനൽ അപ്പൻഡേജും സെക്സ് ഓർഗൻ ആണ്. അനൽ അപ്പൻഡേജ് കാണാം. പിന്നെ ഈ തുമ്പിയുടെ ചിറകിന്റെ മുകളിൽ ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു പൊട്ട് കാണാം. അത് പൊതുവെ തുമ്പിയുടെ പറക്കുമ്പോൾ ബാലൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അത് തുമ്പികൾക്ക് ഉപകരിക്കുന്നത്. ഇനി നമുക്ക് ഈ കല്ലൻ തുമ്പികളും തുമ്പികൾ അഥവാ ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാൻസിൽ ഫ്ലൈസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന കുറച്ച് ഡിഫറൻസ് പറയാം. ഇവർ മെയിനായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇവർ ചിറക് വെക്കുന്ന രീതിയാണ്. കാരണം എല്ലാ തുമ്പികളും റെസ്റ്റ് ചെയ്യും. അമീൻ, ഒരു മിനിറ്റ്, എല്ലാവർക്കും ഒന്ന് ഓഡിയോ ക്ലിയർ ആണോ ഒന്ന് ചാറ്റിലോ അല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പില് ഇമോജി ആയിട്ടൊന്ന് പറയണേ. സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? ചെറിയൊരു ക്ലിയർ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ
മീന ഫാൻ ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു വിൻഡ് നോയ്സ് പോലെ. ഇപ്പൊ കുറവുണ്ട്, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാമോ? എനിവൺ കുഡ് ആൻസർ. എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ പറയണേ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ. മീൻ ഒന്ന് സംസാരിക്കോ? ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. യെസ് മാം. കേൾക്കാം. സൗണ്ട് ലോ ആണ്, സൗണ്ട് കുറച്ച് ലോ ആ. കുറച്ചുറക്കെ പറയോ മീൻ? ഓക്കെ ഓക്കെ, ഇനി സൗണ്ട് പറയാം. ഓക്കെ, ഇപ്പൊ കേൾക്കാൻ വിചാരിക്കുന്നു. അപ്പോ നമ്മൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, കണ്ടിന്യൂ കേൾക്കാൻ ചെയ്തു. വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡ്രാഗൺഫ്ലൈസും ഡാഫിൽഫ്ലൈസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ബേസിക്കലി സൈഗോട്ര അനിസോട്രയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവര് ചിറക് വെക്കുന്ന പാറ്റേൺ ആണ്. കാരണം നമ്മൾ തുമ്പികളെ റെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ കാണാം. ഇത് കാരണം ഡ്രാഗൺ ഫ്ലൈസും ഡാൻസിൽഫ്ലൈസും രണ്ട് വേറെ മെത്തേഡ്സിലാണ് അവർ വിങ് റെസ്റ്റ് ചെയ്യുമ്പോൾ വെക്കുക. അപ്പൊ ഇത് ഫസ്റ്റ് കാണിച്ച ഡാൻസിൽഫ്ലൈ ആണ്. അപ്പൊ ഇവരുടെ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചിറക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. പക്ഷെ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അവരെ ഒരു എയർപ്ലെയിനൊക്കെ പോലെ രണ്ട് വശത്തോട്ടും ചരിച്ച് അവരുടെ ബോഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ചിറകുകൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ മറ്റൊന്ന് അവരുടെ ബോഡി ഷേപ്പാണ്. കാരണം ഡ്രാഗൺ ഫ്ലൈസ് പൊതുവെ നല്ല ലാർജ് ആയിട്ട് തിക്ക് കളറായിട്ട് റോബസ്റ്റ് ആയിട്ടായിരിക്കും അവരുടെ ബോഡി കാണുന്നത്. പക്ഷെ ഡാൻസർ ഫ്ലൈസിനെ നോക്കുകയാണെങ്കിൽ കാണാം, ഡാൻസർ ഫ്ലൈസിന്റെ ഒരു നീഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ചെറിയൊരു എന്താ പറയുക, നമുക്ക് ചെറിയ പൊതുവെ അവരുടെ സൈസ് ചെറുതാണെങ്കിലും ഒരു നാരോ ആയിട്ടുള്ള അത്ര തടിച്ചിട്ടൊന്നും അല്ലാത്തൊരു ബോഡി ആയിരിക്കും ഡാൻസർ ഫ്ലൈസിന് പൊതുവെ കാണാം. ഡ്രാഗൺ ഫ്ലൈസിന് നല്ല തടിച്ച് ഒരു റോബസ്റ്റി ആയിട്ടുള്ള ബോഡി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്തത് മെയിൻ ഡിഫറൻസ് അവരുടെ ഫ്ലൈറ്റ് ആണ്. കാരണം ഡാൻസർ ഫ്ലൈസ് വീക്ക് ഫ്ലൈസ് ആണ്, മെല്ലെ ഫ്ലട്ടർ ചെയ്തുകൊണ്ടാണ് അവർ പറക്കുക. പക്ഷെ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്നത് ഭയങ്കര വേഗത്തില് അത്രയും ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് ഒക്കെ ക്യാപ്പബിൾ ആയിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈസ് ആണ് മോസ്റ്റും. പിന്നെയുള്ളത് അവരുടെ കണ്ണുകളാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഈ ഡാൻസർ ഫ്ലൈസിന്റെ കണ്ണ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഒരു കണ്ണ് കഴിഞ്ഞിട്ട് കുറെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഇതാണ് ഒരു കണ്ണ് കഴിഞ്ഞിട്ട് കുറെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഡാൻസർ ഫ്ലൈസിന്റെ മറ്റൊരു കണ്ണുകൾ. പക്ഷെ ഡ്രാഗൺ ഫ്ലൈസിൽ ഇത് രണ്ടും തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് ഏകദേശം ഒരേ സൈഡിൽ തന്നെ ആയിട്ടാണ് വരുന്നത്. പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡാൻസർ ഫ്ലൈസിന്റെ വിങ് ബേസിൽ ഭയങ്കര നാരോ ആയിരിക്കും. അപ്പൊ വിങ് സ്റ്റാർട്ടിങ് സ്ഥലത്ത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാരോ ആയിട്ട് പിന്നെയാണ് അത് തടിച്ചു വരുന്നത്. പക്ഷെ ഈ ഡ്രാഗൺ ഫ്ലൈസിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. കാരണം എല്ലാ ഏരിയയിലും ഒരേപോലെയാണ് അതിന്റെ ചിറകിന്റെ വലുപ്പം കാണുന്നത്. വരാത്തതിന് ഈ ഡാൻസർ ഫ്ലൈസിന്റെ ചിറക് എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും. കാരണം എല്ലാം ഒരേ സൈസിലും 4 ചിറകുകളും ഒരേ സൈസിലും ഒരേ ഷേപ്പിലും ആയിരിക്കും. പക്ഷെ ഈ ഡ്രാഗൺ ഫ്ലൈസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഫോർ വിങ് രണ്ടും ഒരേപോലെയും ഹിൻഡ് വിങ് ഇച്ചിരിയുടെ ബേസിൽ നല്ല തടിച്ചിട്ട് അല്ലെങ്കിൽ ഇച്ചിരിയുടെ വീതി കൂടുതലായിരിക്കും. സോ ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ പറയാം. തുമ്പിയുടെ ലൈഫ് സൈക്കിൾ മെയിൻ ആയിട്ട് 3 സ്റ്റേജ് ആണ് തുമ്പിയുടെ ലൈഫ് സൈക്കിളിൽ ഉള്ളത്. ഒന്ന് എഗ് ആണ്, മറ്റൊന്ന് ലാർവ സ്റ്റേജ് ആണ്, പിന്നെ അഡൽട്ട് സ്റ്റേജ്. അപ്പോൾ എഗ്ഗിനെ പറ്റി പറയുവാണെങ്കിൽ ഫീമെയിലാണ് മുട്ടയിടുക. അപ്പോൾ ഫീമെയിൽ വെള്ളത്തിലാണ് മുട്ടയിടാൻ വേണ്ടിയിട്ട് വാട്ടർ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കോഡനൈറ്റ്സ്. അപ്പോൾ തുമ്പികൾ വെള്ളത്തിന്റെ അടുത്തുള്ള അക്വാട്ടിക് പ്ലാന്റ്സിലും അല്ലെങ്കിൽ അതിനടുത്തുള്ള ചളിയിലും മണ്ണിലും ഒക്കെ മുട്ടയിടും. പൊതുവെ തുമ്പികൾ 2 തരത്തിലാണ് മുട്ടയിടുന്നത്, എൻഡോഫൈറ്റിക് ആയിട്ടും എക്സോഫൈറ്റിക് ആയിട്ടും. അപ്പോൾ ഡാൻസർ ഫ്ലൈസ് എല്ലാവരും എൻഡോഫൈറ്റിക് ആയിട്ടാണ്. പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്ലൈസ്. കാരണം ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഓവിപ്പോസിറ്റർ അല്ലെങ്കിൽ സർക്കസ് പോലെയുള്ള ബോഡി പാർട്സ് യൂസ് ചെയ്തിട്ട് ഈ അക്വാട്ടിക് പ്ലാന്റ്സിന്റെയും അല്ലെങ്കിൽ അതിനടുത്തുള്ള പ്ലാന്റ്സിന്റെയോ അല്ലെങ്കിൽ ഡെലിക്കേറ്റഡ് പ്ലാന്റ്സിന്റെ ഒക്കെ ടിഷ്യൂം ലീവ്സും ഒക്കെ ചെറുതായിട്ട് കീറിയിട്ട് അതിനുള്ളിൽ എഗ് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നിന്ന് അതിന്റെ ലാർവ ഇറങ്ങി വരികയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എക്സോഫൈറ്റിക് ആയിട്ടുള്ള മോസ്റ്റ് ഡ്രാഗൺ ഫ്ലൈസ് എന്ത് ചെയ്യുന്നു? സാധാ കാഷ്വലായിട്ട് ഇലയുടെ മുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ അക്വാറ്റിക് പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ഇതേപോലെ താമരയുടെ ഇലയുടെ ഈ കാണിച്ച ഫോട്ടോ ഒരു താമരയുടെ ഇലയുടെ മുകളിൽ ഡ്രാഗൺ ഫ്ലൈ മുട്ടയിട്ടുണ്ട്. അതേപോലെ മുട്ടയിട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ മോസ്റ്റ്ലി മെയിൽ അതിനെ ഗാർഡ് ചെയ്യും. ആ ഏരിയ മുട്ടയിട്ട ഏരിയ പ്രെഡേറ്റേഴ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗാർഡ് ചെയ്യുന്നതാണ്. ഇതൊരു ലെസ്റ്റസിന്റെ മുട്ടയാണ്, വിരിയനായ മുട്ടയാണ്. ഗൂഗിളിൽ എടുത്ത ഇമേജ് ആണ്.
അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് ലൈഫ് സൈക്കിൾ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നിംഫ് സ്റ്റേജ് ആണ്. അക്വാറ്റിക് ആണ്. ഇതൊരു ഒരു കോൾ വന്നിരുന്നു. അക്വാറ്റിക് ആനിമൽസ് ആണ്. ഈ സമയത്ത് അക്വാറ്റിക് ആയിരിക്കും. ലാർവ മുട്ട വിരിഞ്ഞ് അത് നിംഫ് സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ ഇവര് അണ്ടർ വാട്ടർ ആയിട്ടുള്ള ജീവികളായിരിക്കും. ആ സമയത്ത് ഇവര് മോസ്റ്റ്ലി കാർണിവോറസ് ആണ്, ഹൈലി കാർണിവോറസ് ആണ്. ഈ സമയത്ത് അവര് ഗിൽസിലൂടെയാണ് ശ്വസിക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈസ് ലാർവയ്ക്ക് ഇന്റേണൽ ഗിൽസ് ആയിരിക്കും. പക്ഷെ ഡാൻസർ ഫ്ലൈസിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ അതിന്റെ ബോഡിക്ക് പുറത്തായിട്ടായിരിക്കും. ഇതാണ് ഡാൻസർ ഫ്ലൈ ഗിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഡ്രാഗൺ ഫ്ലൈ ഡാൻസർ ഫ്ലൈ ലാർവ തമ്മിൽ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡ്രാഗൺ ഫ്ലൈയുടെ ലാർവ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തടിച്ച് നല്ല സൈസ് ആയിരിക്കും. പക്ഷെ ഈ ഡാൻസർ ഫ്ലൈ ലാർവ എന്ന് പറയുന്നത് സൈസ് ഉണ്ടാവില്ല. നീണ്ടിട്ട് ഇങ്ങനെ ഒരു നീഡിലെ സൂചി തുമ്പി എന്ന് പറയുന്ന പോലെ തന്നെ സൂചി പോലെ ആയിരിക്കും കാണുന്നത്. പിന്നെ ഇവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇവര് നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ കാണുന്ന പോലെ സ്കിന്ന് ഷെയ്ഡ് ചെയ്യുന്ന പോലെ മോൾട്ട് നടത്തും. ഒരു 5 മുതൽ 18 പ്രാവശ്യം വരെ അവർ മോൾട്ട് ചെയ്യും. അത് സ്പീഷീസിനനുസരിച്ച് ചിലപ്പോൾ വീക്സ് എടുക്കും, അല്ലെങ്കിൽ ഇയേഴ്സ് ഒക്കെ എടുക്കും. അപ്പോൾ അവസാനത്തെ മോൾട്ടിങ്ങിൽ ഇവര് ഡ്രാഗൺ ഫ്ലൈ ആയിട്ട് ഇമേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ലാർവ കഴിക്കുന്നതെന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ, അതിൽ മോസ്റ്റ്ലി ഇവര് കൊതുകിന്റെ ലാർവയാണ് കഴിക്കുന്നത്. അപ്പോൾ ആവറേജ് ഒരു ദിവസം 25 മുതൽ 30 ലാർവയൊക്കെ കഴിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇതൊരു ഡ്രാഗൺ ഫ്ലൈ എമേജ് ചെയ്യുന്നത് എന്നൊരു ഫോട്ടോ ആണ്. ഗൂഗിളിൽ നിന്ന് എടുത്ത ഇമേജ് ആണ്. സ്പീഷീസ് ഏതാണെന്ന് എനിക്ക് എക്സാക്ട് അറിയില്ല. അപ്പോൾ ഈ സമയത്ത് അഥവാ ബട്ടർഫ്ലൈ അവസാനം ഡ്രാഗൺ ഫ്ലൈ ആയിട്ട് അതിന്റെ ലാർവയിൽ നിന്ന് ഇറങ്ങി വന്നാൽ പിന്നെ ആ ലാർവയെ നമ്മൾ എക്സോബിയ എന്ന് പറയും. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവര് ഭയങ്കര വളർന്നബിൾ ആയിരിക്കും. കാരണം ഈ പ്രോസസ്സ് മോസ്റ്റ്ലി നടക്കുക രാത്രി അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് ആയിരിക്കും. കാരണം ഇത് മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ഈ തുമ്പി ഈ ലാർവയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നാൽ കൂടെ അതിന് പറക്കാൻ പറ്റില്ല മര്യാദക്ക്. അത് അതിന്റെ ചിറകിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്തതിനു ശേഷം എന്നാലും അതിന് അത്ര മൊബിലിറ്റി ഉണ്ടാവില്ല. എല്ലാം അത്രയും ഡിസ്റ്റർബൻസ് ഒക്കെ ആയാൽ മാത്രമേ അത് പറന്ന് ഈ ബുഷസിനൊക്കെ ഇടയ്ക്കിരിക്കുക ചെയ്യാം. ഈ സമയത്ത് പ്രെഡേറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാര്യം തീർന്നു. കാരണം അവർക്ക് ഒരു ഡിഫൻസും ഉണ്ടാവില്ല. ഈ സമയത്ത് അവരെ തൊട്ടാക്കൂടെ ചിറക് തൊട്ടാതെ അടക്കം അത് കീറിപ്പോകും പേപ്പർ പോലെ. കാരണം അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇതിന്റെ ബോഡി, അവർ ഹാർഡൻ ആയിട്ടുണ്ടാവില്ല. പിന്നെ അടുത്ത സ്റ്റേജാണ് അഡൽട്ട് ഫ്ലൈ എന്ന് പറയുന്നത്. ടെറസ്ട്രിയലായിരിക്കും ആ സമയത്ത്. അഡൽട്ട് തന്നെ നമ്മൾ ഈ ഇറങ്ങി വന്ന വളരെ ഏർലി സ്റ്റേജസ് നമ്മൾ ടെൻഡറൽ എന്ന് വിളിക്കും. കാരണം ടെൻഡറൽ അഡൽട്ട് ആവണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളെടുത്ത് ആഴ്ചകളോടെ എടുക്കും. കാരണം ഈ ടെൻഡറലിൽ ഞാൻ പറഞ്ഞു ഇത് ഈ എക്സോബിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഭയങ്കര ഫ്രജൈൽ ആയിരിക്കും അതിന്റെ ബോഡി. ചിലപ്പോൾ നമ്മൾ തൊട്ടാലൊക്കെ പൊട്ടിയിട്ട് നമ്മുടെ കയ്യിലോട്ട് വരും. ചിറകൊക്കെ തൊട്ടാൽ പിന്നെ അതിന് പറക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ ആഴ്ചകളോളം എടുത്തിട്ട് ഇതെന്ത് ചെയ്യും, മെച്ചുറേഷൻ നടന്ന് ഇത് പിന്നെ പ്രൊവിനോസിൽ ആവും. പ്രൊവിനോസിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബോഡി കളറേഷൻ ഒക്കെ വന്ന് അത് സെക്ഷലി മെച്യൂറായി. പിന്നെ തുമ്പികളിൽ ഒരു വെള്ളപ്പൊടി ചെറിയ മാതിരി അതിന്റെ മേത്തൊക്കെ മൊത്തം ഒരു വെള്ളപ്പൊടി പോലെ കാണും. അത് നമ്മൾ പ്രൊവിനോസിൽ എന്ന് വിളിക്കാം. ഇനി അടുത്തത് തുമ്പികളുടെ മെയ്റ്റിംഗ് ആണ്. ബേസിക്കലി നമുക്കൊരു 3 സ്റ്റെപ്പ് എന്ന് പറയാം. കാരണം ആദ്യം പ്രീ കപ്പിളേഷൻ എന്ന് പറയും, ടാൻഡം പൊസിഷൻ. ഒരു മെയില് ഫീമെയിലിനെ കണ്ടുപിടിച്ച് അതിന്റെ തൊറാക്സിലോട്ട് അതിന്റെ അനൽ അപ്പൻഡേജ് അറ്റാച്ച് ചെയ്യും. അതിനുശേഷം അവര് ഈ മെയിലിന്റെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച അനൽ അപ്പൻഡേജിലാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഡാൻസർ ഫ്ലൈസിന്റെ കാര്യമാണ് പറയുന്നത്. ആദ്യം ഈ അനൽ അപ്പൻഡേജിൽ നിന്ന് സെക്കൻഡറി ജെനിറ്റാലിയോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർ കപ്പിളേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മെയിലിന്റെ സെക്കൻഡറി ജെനിറ്റാലിയിലേക്ക് ഫീമെയില് അതിനാൽ അപ്പൻഡേജ് അറ്റാച്ച് ചെയ്തുകൊണ്ട് അവര് സ്പെം ട്രാൻസ്ഫർ നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഡ്രാഗൺ ഫ്ലൈസിന്റെ കാര്യമാണെങ്കിൽ അവര് ഈ ടാൻഡം പൊസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, സ്പെം ട്രാൻസ്ഫർ നടത്തിക്കണം. ഇനി അടുത്തത് തുമ്പികളോട് അത്രയും സാദൃശ്യമുള്ള കുറച്ച് ഇൻസെക്ട്സ് ആണ്. നമ്മളെപ്പോഴും തുമ്പിയെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുഴിയാന തുമ്പി, ആൻഡ്ലയർ. ഇപ്പോൾ കുഴിയാനായിട്ട് മാറുന്നത് പലപ്പോഴും എല്ലാവരും പറയും കുഴിയാനായിട്ട് മാറുന്നത് തുമ്പിയാണെന്ന്. പക്ഷെ അത് ഒരിക്കലും അല്ല. തുമ്പികള് ലാർവ വാട്ടറിലാണ് അല്ലെങ്കിൽ അണ്ടർ വാട്ടറിലാണ് ഉണ്ടാവുക. ഈ ആൻഡ്ലയൺ ആണ് കുഴിയാന എന്ന് പറയുന്ന സാധനം. അതേപോലെ ഔൾ ഫ്ലൈയും പെട്ടെന്ന് കണ്ടാൽ നമ്മൾ തുമ്പിയാൻ തെറ്റിദ്ധരിക്കും. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അത് തുമ്പി ആയിരിക്കില്ല. ഒറ്റനോട്ടത്തിൽ തുമ്പിയെ പോലെ തോന്നുന്ന കുറച്ച് ഇൻസെക്ട്സ് ആണ് ഈ ആൻഡ്ലയണും ഈ ഔൾ ഫ്ലൈ എന്ന് പറയുന്നത്.
അടുത്തായിട്ട് നമുക്ക് കുറച്ച് തുമ്പികളെ പരിചയപ്പെടാൻ തോന്നും. നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും അല്ലെങ്കിൽ കാടുകളിലൊക്കെ പോയാൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന കുറച്ച് സ്പീഷ്യസുകൾ ഉണ്ടാവും. അപ്പൊ അതിന് ഒരു 10-20 സ്പീഷ്യസിനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതിനെപ്പറ്റി പറയാം. വല്ല ഡൗട്ടുകളുടെ അപ്പത്തിനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്പീഷ്യസ് ആണ് ഈ സ്ട്രീം ഗ്ലോറി എന്ന് പറയുന്ന ന്യൂറോബേസിസ് ജിനേൻസിസ് എന്ന് പറയുന്ന സ്പീഷ്യസ്. മോസ്റ്റ്ലി നമ്മുടെ സ്ട്രീമുകൾ, കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ട്രീമുകളെല്ലാം ഇതിനെ കാണാൻ പറ്റും. സ്ട്രീമിൽ നിന്ന് അധികം മാറുമൊന്നുമില്ല ഇവന്മാര്, എപ്പോഴും സ്ട്രീമിനെ ചുറ്റിപ്പറ്റി തന്നെ കാണാം. സ്ട്രീമിന്റെ അടുത്ത് പാറയൊക്കെ ഉണ്ടെങ്കിൽ അതിലെപ്പോഴും ഇവരെ റെസ്റ്റ് ചെയ്യുന്നതാണ്. മലയാളത്തിൽ പീലിത്തുമ്പി എന്ന് പറയും. കാരണം ഇതിന്റെ മെയിൽ സ്പീഷ്യസ് ചിറക് തുറന്നാൽ മയിൽപീലി പോലെയാണ്. ചില ആംഗിളിൽ നോക്കിയാൽ ഇത് പച്ചയായിട്ടും ചില ആംഗിളിൽ ഫോട്ടോ എടുത്താൽ നീലയായിട്ടൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ളതാണ് പെൺതുമ്പി എന്ന് പറയുന്നത്. ഒരു ചിറകിലൊരു ബ്രൗണിഷ് കളർ ആയിരിക്കും. അപ്പോൾ സ്ട്രീമിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ സ്ട്രീമിൽ തന്നെയായിരിക്കും മുട്ടയിടുന്നതും. അപ്പോൾ ഇവര് ആ സ്ട്രീമിന്റെ അടുത്ത് തന്നെ എപ്പോഴും ചുറ്റിപ്പറ്റി കാണാം. എന്തായാലും നമ്മൾ കാടിനടുത്ത് പോയാൽ എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആയിരിക്കും ന്യൂറോബേസിസ് ജിനേൻസിസ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പലരും കണ്ടു കാണും. അടുത്ത സ്പീഷീസ് ആണ് ബ്ലാക്ക് ടിപ്പ്ഡ് ഫോറസ്റ്റ് ഗ്ലോറി എന്ന് പറയുന്ന വെസ്റ്റാലിസ് അപ്പിക്കാലിസ്. ഇതും കാടുകളിൽ പോയാൽ എന്തായാലും കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ്. കാരണം കാടിനോട് ചേർന്നിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ അടിക്കാടുകളിലൊക്കെ ഇത് നിൽക്കുന്നുണ്ടാവും. ചുട്ടിച്ചിറകൻ തണത്തുമ്പി എന്നാണ് ഇതിന്റെ മലയാളത്തിലെ പേര്. ഇത് പൊതുവെ ഇതിനെ പോലത്തെ വേറെയും സ്പീഷ്യസ് ഉണ്ടെങ്കിലും ഇതിന്റെ ചിറകിലെ ആ മുകളിലത്തെ ഒരു ബ്ലാക്ക് ടിപ്പാണ് ഇതിന്റെ ഐഡി കീ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവും, അത്യാവശ്യം സൈസ് ഉള്ള ഡാൻസ് ഫ്രൈ ആണ്. അടുത്താണ് ക്ലിയർ വിങ്ഡ് ഫോറസ്റ്റ് ഗ്ലോറി എന്ന് പറയുന്ന വെസ്റ്റാലിസ് ഗ്രേസിലിസ്. ഈ വെസ്റ്റാലിസ് ഗ്രാസിലിസ് എന്ന് പറയുമ്പോൾ സൈസ് ഒക്കെ നമ്മുടെ വെസ്റ്റാലിസ് അപ്പിക്കാലിസിനോട് സിമിലർ ആയിരിക്കും. പക്ഷെ ഇതിന്റെ വിങ് ഫുൾ ക്ലിയർ ആയിരിക്കും. എന്താ പറയുക, ഒരു ബ്ലാക്ക് ടിപ്പ് ഒന്നും ഉണ്ടാവില്ല. നല്ല ട്രാൻസ്പെറന്റ് വിങ്സ് ആയിരിക്കും. അപ്പോൾ ഇതും വെസ്റ്റാലിസ് അപ്പിക്കാലിസും വെസ്റ്റാലിസ് ഗ്രേസിലും ഒക്കെ ഒരുമിച്ചാണ് കാടിനുള്ളിലൊക്കെ പോയി കാണാൻ പറ്റുക. അടുത്തതാണ് സ്ട്രീം റൂബി എന്ന് പറയുന്ന ഹീലിയോസൈഫ ബൈസിഗ്നറ്റ് എന്ന് പറയുന്ന സ്പീഷീസ്. നല്ല രസത്തിൽ കാടിനോട് ചേർന്ന് ന്യൂറോബേസിസ് ജിനേൻസിനെ പറ്റി പറഞ്ഞു, അതേപോലുള്ള ഒരു സ്പീഷീസ് ആണ്. ചിറക് തുറന്നാൽ നല്ല രസമായിരിക്കും. ഒരു സൂര്യപ്രകാശത്തിലൊക്കെ നിന്നാല് നല്ല ചുവന്ന നിറത്തിൽ ചിറക് തുറന്നാൽ എപ്പോഴും നിറയെ ഉണ്ടാവും. ഈ സ്ട്രീമിനൊക്കെ അടുത്തുള്ള പാറയുടെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ കാടുകളിലൊക്കെ പോയാൽ അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ട്രീമിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. ഇത് ആദ്യം കാണിച്ച ഫോട്ടോയിലാണ് മെയിലാണ്, രണ്ടാമത്തെ ഫോട്ടോ ഉള്ളതിൽ ഫീമെയിൽ ആണ്. അപ്പോൾ തുമ്പിയുടെ മറ്റൊരു കാര്യം പറയാം, തുമ്പിയുടെ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ആൾക്കാരാണ്. മെയിലും ഫീമെയിലും എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ മെയിലിനെ കാണാൻ നല്ല കളർഫുൾ ആണെങ്കിലും ഫീമെയിൽ ഇച്ചിരി ഡൾ കളറൊക്കെ ആയിരിക്കും. അത് പ്രെഡേറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്തതാണ് പിഗ്മി ഡാർട്ട്ലെറ്റ് എന്ന് പറയുന്ന അഗ്രിയോസ്റ്റമിസ് പിഗ്മിയ എന്ന് പറയുന്ന തുമ്പി. അത്രയും ചെറിയ സൂചിത്തുമ്പിയാണ്. കാരണം 1-2 സെന്റിമീറ്റർ മാത്രമേ നീളം ഉണ്ടാവും. ഇതിന് കുറെ കളർ വേരിയേഷൻ ഇതിനെ കാണുന്നുണ്ട്, മഞ്ഞ കളറിലും. പിന്നെ ഈ ഫസ്റ്റ് ഫോട്ടോ വെച്ചാണ് ഏറ്റവും കൂടുതൽ ഇതിനെ കാണുന്നത്. പല മോർഫിലും ഇതിനെ കാണാം. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള പുൽച്ചിഹ്നം എന്നാണ് ഇതിന്റെ പേര്, നാട്ടുപുൽച്ചിഹ്നം എന്നാണ് മലയാളം പേര്. അപ്പോൾ വീടിനടുത്തൊക്കെ ചതുപ്പോ അല്ലെങ്കിൽ നെൽപ്പാടമൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് നിറയെ കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ്. അത്രയും വീക്ക് ഫ്ലൈസ് ആണ് ഇത്. പ്രത്യേകിച്ച് അഗ്രിയോസ്റ്റമീസ് ഒക്കെ ചെറുതുമാണ്, അത്രയും വീക്കാണ്, അത്രയും മെല്ലെയാണ് ഇത് പറക്കുകയും ചെയ്യാം. പിന്നെ ക്യാച്ച് ചെയ്യാനൊക്കെ പെട്ടെന്ന് പറ്റും. ചിലർ ഇതിനൊക്കെ പിടിച്ചിട്ട് മീൻ പിടിക്കുന്നൊക്കെ കാണാം. അടുത്ത സ്പീഷീസ് ആണ് സ്പ്ലെൻഡിഡ് ഡാർട്ട്ലെറ്റ് എന്ന് പറയുന്ന അഗ്രിയോസ്റ്റമിസ് സ്പ്ലെൻഡിഡിസിമ എന്ന് പറയുന്ന സ്പീഷീസ്. അഗ്രിയോസ്റ്റമിസ് ജീനസിൽ തന്നെ മാർഷ് ഏരിയയിലൊക്കെ അത്യാവശ്യം അൺകോമൺ ആയിട്ടൊരു സ്പീഷീസ് ആണ്. ചില സമയത്തൊക്കെ കാണാം മാർഷിലൊക്കെ. ഇത് അഗ്രിയോസ്റ്റമിസ് പിഗ്മിയേക്കാൾ ഇച്ചിരി സൈസ് ഉണ്ടാവും. ഇതും അതേപോലെ തന്നെ വീക്ക് ഫ്ലൈസ് ആണ്. പ്രത്യേകിച്ച് അഗ്രിയോസ്റ്റമിസ് ഒക്കെ വീക്ക് ഫ്ലൈസ് ആണ്. അത്യാവശ്യം ഒരു 4-5 സെന്റിമീറ്റർ ഒക്കെ വലുപ്പം കാണും. ഇതിലെ മെയിലും ഫീമെയിലും ഏകദേശം ഒരേപോലെ തന്നെ കാണാനുണ്ടാവും. ഇത് മാർഷ് ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് പാഡി ഫീൽഡിനും അടുത്ത് ചേർന്ന കനാലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഓരത്തൊക്കെ തന്നെ സ്ഥിരമായിട്ട് കാണാൻ പറ്റും. പിന്നെയാണ് നമ്മളെല്ലാവരും കണ്ടു കാണുന്ന ഒരു സ്പീഷീസ് ആണ് സെറാഗ്രിയൻ കൊറമാൻഡലിയൻ എന്ന് പറയുന്ന കൊറമാൻഡൽ മാർഷ് ഡാർട്ടർ. മാർഷ് ഏരിയയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ് ഒന്ന് സെറാഗ്രിയൻ കൊറമാൻഡലിയനും പിന്നെ നമ്മുടെ അഗ്രിയോസ്റ്റമിസ് പിഗ്മിയ പോലത്തൊക്കെ. ഇച്ചിരി വെള്ളക്കെട്ടും കുറച്ച് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ പുല്ലൊന്ന് തടി നോക്കിയാൽ ഇതും അഗ്രിയോസ്റ്റമിസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവാൻ ചെയ്യും ഇവരുടെ യെല്ലോയിഷ് ബോഡിയും ഒരു ഗ്രീനിഷ് തൊറാക്സും
കണ്ണിലൊക്കെ പച്ച കളറതൊക്കെ പെട്ടെന്ന് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ഇതിന്. വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു 7-8 സെന്റിമീറ്റർ ഒക്കെ കാണും. അപ്പോൾ ഇത് കോമൺ സെറാഗ്രിയോണിൽ ഏറ്റവും ഓറഞ്ച് ടൈൽഡ് മാഷ് ഡാർട്ട്, ഇതും സെറാഗ്രിയോൺ സെറനോറോബെല്ല എന്നാണ് ഇതിന്റെ പേര്. കോറമാൻഡൽ ഇനത്തിന്റെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് പാഡി ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ് ഇതും. ഇതിന്റെ അബ്ഡോമൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഒരു ഓറഞ്ച് കളറാണ്. പിന്നെ തൊറാക്സിൽ ചെറിയൊരു ബ്ലൂയിഷ് കളറും കാണാം. പിന്നെയാണ് ഇഷ്ലൂറ ഔറോറ എന്ന് പറയുന്ന ഗോൾഡൻ ഡാർട്ട്ലെറ്റ് എന്ന് പറയുന്ന സ്പീഷീസ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഇതിനെ കണ്ടാൽ ഇതിനെ പോലെ ഒരു അഗ്രിയോസ്നെമിസിന് മോർഫ് ഉണ്ട്. പെട്ടെന്ന് അത് അങ്ങ് തിരിച്ചറിയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും മോർഫിനെ കാണുമ്പോൾ. പക്ഷെ ഇത് അത്യാവശ്യം സൈസ് ഉണ്ടാവും, അഗ്രിയോസ്നെമിസിനേക്കാൾ ചെറിയ സൈസ് ഉണ്ടാവും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം അതിന്റെ അബ്ഡോമിനിലെ അവസാനത്തെ സെഗ്മെന്റ്സിലെ ഒരു ബ്ലാക്ക് മാർക്കിങ്ങും പിന്നെ ആ ഒരു ബ്ലൂയിഷ് കളറൊക്കെ ഇഷ്ലൂറാനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആദ്യം കാണിച്ചത് മെയിലാണ്, പിന്നെ രണ്ടാമത്തെ ഫോട്ടോ അതിന് മെയ്റ്റിംഗ് ആണ്. അടുത്തതാണ് ബ്ലൂ സ്പ്രൈറ്റ് എന്ന് പറയുന്ന സൂഡാഗ്രിയോൺ മൈക്രോസെഫാല എന്ന് പറയുന്ന സ്പീഷീസ്. സൂഡാഗ്രിയോൺ തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇച്ചിരി കനാലോ അല്ലെങ്കിൽ ഒഴുകുന്ന ചെറിയ സ്ട്രീം ഒക്കെ ഉണ്ടെങ്കിൽ അതിലെപ്പോഴും കാണാം. പിന്നെ അക്വാറ്റിക് കനാലിലൊക്കെ നടുവിൽ വല്ല പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിറയെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതും കാണാൻ പറ്റും. ഈ സൂഡാഗ്രിയോൺ തന്നെ കോമൺ സ്പീഷീസ് ആണ്. സൂഡാഗ്രിയോൺ മൈക്രോസെഫാല കാടിലും നാട്ടിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ്. പിന്നെ ഇതേപോലെ ഇതിനോട് ഐഡന്റിക്കലായിട്ട് കുറെ സ്പീഷീസ് ഉണ്ടെങ്കിലും ഇതിന്റെ ആ അനലപ്പലേജിന്റെ മുമ്പ് സെഗ്മെന്റ് 8 ഈ ഒരു ബ്ലാക്ക് ലൈന് കണ്ടു. ഇതിനിത് ഭയങ്കര തിക്കായിരിക്കും. ബാക്കിയുള്ള ഇതിന്റെ ഏകദേശം എല്ലാ സ്പീഷീസിനും ഇച്ചിരി നാരോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് ഇതിന്റെ ഐഡി പോയിന്റ് എന്ന് പറയുന്നത് ആ ലൈനാണ്, അതിന്റെ തിക്നെസ് ആണ്. അടുത്തത് യൂഫിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നാട്ടിൻപുറങ്ങളൊക്കെ കാണുന്ന സ്പീഷീസ് ആണ് യൂഫിയ ഫ്രൈസറി എന്ന് പറയുന്ന മലബാർ ടോറന്റ് ഡാം. ആദ്യം കാണിച്ചത് മെയിലാണ്, രണ്ടാമത് ഫീമെയിലാണ്. ഫീമെയിൽ ഭയങ്കര ഡള്ളാണ്, ചിലപ്പോൾ വല്ല ഇലയിലൊക്കെ വരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ മെയിൽ ഭയങ്കര കളർഫുൾ ആണ്. മെയിൽ ചിറക് തുറന്ന് വിങ് ഫ്ലാഷ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഒഴുകുന്ന ജലാംശമൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് കോമൺ ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇച്ചിരി കൂടെ കാടിനടുത്തൊക്കെ ഇത് നന്നായിട്ട് കാണാം, അല്ലെങ്കിൽ ഇച്ചിരി ഒഴുകുന്ന അത്യാവശ്യം നല്ല ശുദ്ധജലമൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിനെ നന്നായിട്ട് കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. അടുത്താണ് ലെസ്റ്റിഡേ എന്ന് പറയുന്ന ഫാമിലി. നമ്മൾ ഇതുവരെ പറഞ്ഞു ഡാൻസിൽ ഫ്ലൈറ്റ് എല്ലാം റെസ്റ്റ് ചെയ്യുമ്പോൾ ചിറക് കൂട്ടി വെക്കുന്നു. ഇവർ ഇച്ചിരി എക്സെപ്ഷൻ ആണ്, കാരണം ഇവര് റെസ്റ്റ് ചെയ്യുമ്പോൾ വിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട്, സ്പ്രെഡ് വിങ്സ് എന്നാണ് ഇവരുടെ പേര്, ഫാമിലി ലെസ്റ്റിഡേ. ഇവരിങ്ങനെ വിങ്സ് സ്പ്രെഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവര് വിങ് സ്പ്രെഡ് ചെയ്യും. ലെസ്റ്റിസത്തിന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ് ലെസ്റ്റസ് ഇലാറ്റസ് എന്ന് പറയുന്ന എമറാൾഡ് സ്പ്രെഡ്. ഒരു നാട്ടിൻപുറങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം ബുഷസ് ഒക്കെയുള്ള ഏരിയ ആണെങ്കിലും കാണാൻ പറ്റുന്ന സ്പീഷീസ് ആണ്. നോക്കി നല്ല ഭംഗിയുള്ള സ്പീഷീസ് ആണ്. എമറാൾഡ് കളർ ആയിരിക്കും ഇതിന്റെ അബ്ഡോമിൻ മൊത്തം. നല്ല ഭംഗിയുള്ള സ്പീഷീസ് ആണ്. അത്യാവശ്യം സൈസും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ നെൽപ്പാടങ്ങളിലൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്ന സ്പീഷീസ് ആണിത്. അടുത്തതാണ് യെല്ലോ ഫെദർ ലെഗ്. എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആയിരിക്കും കോപ്പേറ മാർഗരീറ്റസ്. ഇതിനെപ്പോലെ തന്നെ മറ്റൊരു സ്പീഷീസും ഉണ്ട്, കോപ്പേറ വിറ്റാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഹാബിറ്റേറ്റിലും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എവിടെ പോയാലും ഇതിനെ കാണാം. കാട്ടിൽ പോയാലും നാട്ടിലെ വീട്ടിൽ മുറ്റത്തിറങ്ങിയാലും ബാക്ക് യാർഡിലൊക്കെ ഇവരുടെ പോപ്പുലേഷൻ ഭയങ്കരമാണ്. അപ്പൊ എന്റെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ചവറ് പോലെ കാണുന്ന ഒരു സ്പീഷീസ് എന്ന് പറയും. കാരണം എവിടെ നോക്കിയാലും ഇവരുണ്ടാവും. കോപ്പേറ വിറ്റാറ്റയും കോപ്പേറ മാർഗനീപ്പസ്. പക്ഷെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് കോപ്പേറ മാർഗനീപ്പസ് ആണ്. ഇതും രണ്ടിനെ കണ്ടാൽ ഒരേപോലെ ഇരിക്കും. ആകെ ഡിഫറൻസ് ഉള്ളത് ഇവരുടെ അനൽ അപ്പൻഡേജിന്റെ ഒരു സൈസിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇതിന്റെ ആ ഒരു കാലിലെ യെല്ലോയിഷ് കളറും ഒരു ഐഡി പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തതാണ് പ്രൊട്ടസ്റ്റിക്ട എന്ന് പറയുന്ന ജീൻസിൽ പ്രൊട്ടസ്റ്റിക്ട ഗ്രാവിലി. പ്രൊട്ടസ്റ്റിക്ടത്തിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. കാടുകളിലൊക്കെ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ, നാട്ടിൻപുറങ്ങളിൽ കാണില്ല. എക്സ്പോർട്ട് റീറ്റെയിൽ എന്ന് പറയുന്ന സ്പീഷീസ് പ്രൊട്ടസ്റ്റിക്ടയിൽ കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഗ്രാവേലി, സോംഗിനോസ്റ്റിക്മയും. പ്രൊട്ടസ്റ്റിക്ട ഗ്രാവേലി ഇച്ചിരി കോമൺ ആണ്. ഈ സമയത്ത് കാണില്ല, ഈ സമയത്തിന് ടെൻഡറിലൊക്കെ കാണാം. ചിലപ്പോൾ ഒന്നൊരു മഴയൊക്കെ കഴിഞ്ഞ് കാടൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രൊട്ടസ്റ്റിക്ട ഉണ്ടാവുക. പ്രൊട്ടസ്റ്റിക്ട അധികം വെയിലത്തൊന്നും ഉണ്ടാവില്ല. ചെറിയ വീക്ക് ഫ്ലൈസ് ആണ്, പെട്ടെന്ന് പിടിച്ചാൽ ചത്തുപോകുന്ന സ്പീഷീസ് ആണ്. ഇതിന്റെ ചിറകൊന്ന് പിടിച്ചാൽ അത് ചത്തു പോകും. ഇത്രയും വീക്ക് ഫ്ലൈസ് ആണ്. അത്ര വേഗതയൊന്നും ഉണ്ടാവില്ല, മെല്ലെ പറക്കുന്ന ഫ്ലട്ടറിങ്ങും മാതിരി മെല്ലെ പറക്കുന്ന സ്പീഷീസുകളാണ്. അപ്പോൾ ഇവർ പൊതുവെ കാണാം മഴയ്ക്കൊക്കെ ശേഷം
വലിയ വലിയ കാടിലൊക്കെ കയറിയ വലിയ മരത്തിന്റെ ഒക്കെ വേരിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടപ്പുണ്ടാവും. അങ്ങനെയാണ് ഇവരെ സ്പോട്ട് ചെയ്യാൻ കാണാനൊക്കെ പറ്റുന്നത്. അടുത്താണ് ബ്ലാക്ക് ബാംബു ടൈൽ. ബാംബു ടൈൽസിൽ തന്നെ കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. സൂഡാഗ്രിയോടൊക്കെ കൂടെ കാണുന്ന സ്പീഷീസ് ആണിത്. കാരണം സൂഡാഗ്രിയോണിന്റെ അതേ ഹാബിറ്റേറ്റിലും പിന്നെ അത്യാവശ്യം വെറ്റ്ലാൻഡുകളിലും കാട്ടിലും ഇച്ചിരി ഫ്രഷ് വാട്ടർ സോഴ്സുള്ള പല സ്ഥലങ്ങളിൽ തന്നെ കാണാം. ഫ്രഷ് വാട്ടർ ആണ്. ഈ സമയത്തൊക്കെ പോയാൽ നിറയെ ഒരുമിച്ച് ഇത് മെയ്റ്റ് ചെയ്ത് ഒരേ സ്ഥലത്ത് ഇങ്ങനെ 10-20 ഒരുമിച്ച് മുട്ടയിടുന്നൊക്കെ കാണാൻ പറ്റും. ഈ സമയത്താണ് അതിന്റെ ബ്രീഡിംഗ് ടൈം. നമ്മുടെ പൊതുവെ കനാലുകളിലും മറ്റും ഇതിനെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഈ ആദ്യത്തെ ഫോട്ടോ മെയിൽ ആണ്, ഇപ്പോഴത്തെ ഫോട്ടോ ഫീമെയിലിന്റെയാണ്. പിന്നെ സയന്റിഫിക് പ്രൊട്ടാസിനോറ വെർട്ടിക്കാലിസ് എന്നാണ്. അടുത്തതാണ് ഇനി നമുക്ക് ഡ്രാഗൺ ഫ്ലൈസിലേക്ക് കിടക്കാം. ഗൈനക്കാന്ത ഡ്രാബിഡ എന്ന് പറയുന്ന ബ്രൗൺ ഡാർക്ക്. മിക്കവാറും എല്ലാവരും കല്ലെടുപ്പിച്ചിട്ടുണ്ടാവും ഈ തുമ്പിയോട്ടൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിനുള്ളിലോട്ട് കയറി വന്നിട്ട് ലൈറ്റിന്റെ മുകളിലോട്ട് ഉള്ളിൽ പ്രത്യേകിച്ച് ഞാൻ ആകെ 2 തവണ ഇങ്ങനെ ഫീൽഡിൽ വെച്ച് കണ്ടിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വീട്ടിൽ വെച്ചാണ്. കാരണം ഇതിലെ മെയിലും ഫീമെയിലും ഒക്കെ നാട്ടിലൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിനുള്ളിലോട്ട് കയറി വരും. എന്നിട്ട് ലൈറ്റിന്റെ അടുത്തൊക്കെ തൂങ്ങി പിടിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ കൂടുതലായിട്ട് പറ്റുന്നത്. വീട്ടില് ഭയങ്കര വേഗത്തിൽ പറക്കുന്നതിനെ ചിലപ്പോൾ കാണാൻ കൂടി പറ്റില്ല. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും കല്ലെടുപ്പിച്ചിട്ടുണ്ടാവും ഈ തുമ്പീനെ കൊണ്ടായിരിക്കും വിശ്വസിക്കുന്നു, ഗൈനക്കാന്തിനെ കൊണ്ട്. കാരണം എപ്പോഴും വീട്ടിനുള്ളിൽ വരും. അങ്ങനെ നമുക്ക് ഇവരുടെ തുമ്പിയാണ് വീട്ടിനകത്ത് എപ്പോഴും നമ്മളെ കാണാൻ വേണ്ടി വരും തുമ്പി എന്ന് പറയും. കാരണം വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് കയറി വരുന്നത്. പിന്നെ ഇതിന്റെ പിന്നാലെ പോയി ഫോട്ടോ എടുക്കലായിരിക്കും. പിന്നെ അടുത്തതാണ് ഗോഫിഡെ ഫാമിലി തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരേ സ്പീഷീസ് ആണ് ഈ ഇക്തിനോകോംഫസ് റെട്ടാക്സ് എന്ന് പറയുന്ന കോമൺ ക്ലബ് കടുവാത്തുമ്പി വിഭാഗത്തിൽ വരുന്ന നാട്ടുകടുവ എന്ന് പറയുന്ന തുമ്പിയാണിത്. പൊതുവെ ഈ യെല്ലോ ബ്ലാക്ക് വരുന്ന തുമ്പികളെ നമ്മൾ കടുവാത്തുമ്പികളെന്ന് വിളിക്കാം. അതിൽ കുറെ സ്പീഷീസ് ഉണ്ട്. അതിൽ ഏകദേശം എല്ലാവരും ഫോറസ്റ്റ് ഹാബിറ്റേറ്റിൽ മാത്രം കാണുന്നതായിരുന്നു. പക്ഷേ ഈ ഇക്തിനോകോംഫസ് റെട്ടാക്സ് പക്ഷെ നമ്മുടെ നാട്ടിലും പുറങ്ങളിൽ ഇച്ചിരി ഫ്രഷ് വാട്ടർ അധികം ഡിസ്റ്റർബ്ഡ് അല്ലാത്ത ഫ്രഷ് വാട്ടർ സോഴ്സിലൊക്കെ ഇതിന് മിക്കവാറും കാണാൻ പറ്റും. പിന്നെ അടുത്തതാണ് അസിസോമ പനർപെഡസ് എന്ന് പറയുന്ന ട്രംപറ്റ്. മലയാളത്തിൽ മകുടി വാലെന്ന് വിളിക്കാം. ഇതിന്റെ ഒരു അബ്ഡോമന്റെ ഒരു പ്രത്യേക ഷേപ്പ് നമ്മളെ മകുടി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ മകുടി വാലൻ തുമ്പി എന്ന് വിളിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള തുമ്പിയാണ്. ഇത് ആൺ തുമ്പിക്ക് ഒരു നീല നിറവും പെൺതുമ്പിക്ക് ഒരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡൊക്കെയാണ് കാണുന്നത്. പൊതുവെ വയലൊക്കെ പ്രത്യേകിച്ച് താമരയ്ക്കുള്ള വയലൊക്കെ നിറയെ താമരപ്പൂലൊക്കെ വന്നിരിക്കുന്നതാണ്. നിറയെ എന്താ പറയുക ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. അത്യാവശ്യം വെറ്റ്ലാൻഡ് ഒക്കെ ഉള്ള സ്ഥലത്ത് വീട്ടിൽ നാട്ടിലൊക്കെ കാണുന്ന സ്പീഷീസ് ആണ് ട്രംപറ്റൈൽ എന്ന് പറയുന്നത്. എല്ലാവരും ചിലപ്പോൾ കണ്ടു കാണും. അടുത്തതാണ് ഏത്രിമാൻഡ ബ്രവിപെനിസ് എന്ന് പറയുന്ന സ്കാർലറ്റ് മാർഷ് ഹോക്ക്. ഇത് മലയാളം പേര് എനിക്ക് ഓർമ്മയില്ല. തീക്കരി മുത്തനോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര സീസണലായിട്ട് കാണുന്ന തുമ്പിയാണ്. കാരണം ഒരു ഒക്ടോബർ നവംബറിലൊക്കെ ഇതിനെ മര്യാദയ്ക്ക് കാണാൻ പറ്റും. സെപ്റ്റംബർ തുടക്കത്തിലൊക്കെ ഇതിനെ കാണാൻ പറ്റില്ല. ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ കഴിഞ്ഞ് ഇതിന് നല്ല ആക്റ്റീവായി തുടങ്ങും. ഒക്ടോബർ നവംബർ മാസമൊക്കെ നല്ല പീക്കായിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഈ ആ മാസത്തിൽ എവിടെ നോക്കിയാൽ ഇവരായിരിക്കും. കാരണം വീടിന്റെ ബേക്കിൽ തന്നെ ഒരു വെറ്റ്ലാൻഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പിന്നെ എവിടെ നോക്കിയാൽ ഇവരായിരിക്കും. ആഫ്റ്റർ പിന്നെ ഇവരാ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞ് പിന്നെ അവര് ലാർവ സ്റ്റേജ് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് തോന്നുന്നു. സീസണലായിട്ട് മാത്രം കാണുന്ന ഒരു തുമ്പിയാണ് ഐത്രിമാൻഡ. പിന്നെ അടുത്തത് ബ്രാക്കിഡിപ്ലക്സ് കാരിബിയ എന്ന് പറയുന്ന ബ്ലൂ ഡാഷർ. പൊതുവെ നമ്മുടെ വെറ്റ്ലാൻഡുകളിലൊക്കെ അത്യാവശ്യം വലിയൊരു ഡ്രാഗൺ ഫ്ലൈ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒന്നാണ്. ഏത് വെറ്റ്ലാൻഡിലും നിറയെ നോടും പറന്ന് കളിക്കുന്ന ഒരു തുമ്പിയാണത്. ഇതിന്റെ മെയിലിലെ ഫോട്ടോയാണിത്. ഫീമെയിലിലെ ഫോട്ടോ ഓക്കെ വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് അടിഭാഗം ബ്രൗണിഷ് കളറും മേൽഭാഗം ഒരു ബ്ലൂയിഷ് കളർ സൈഡ് വ്യൂ എടുത്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് തൊറാക്സിന്റെ ആ അടിമുകളിൽ ഏകദേശം ഒരു 7th സെഗ്മെന്റ് വരെയൊക്കെ നല്ല ബ്രൗണിഷ് കളർ ആയിരിക്കും അണ്ടർ സൈഡ്. ഇതെല്ലാം ഫ്രഷ് സ്പെസിമെൻ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് കിട്ടിയത്. പിന്നെ ഒരു അവസാനത്തെ കുറച്ച് സെഗ്മെന്റ്സ് നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്ലൈ ആണത്. പിന്നെ എല്ലാവരും കണ്ടു കാണുന്ന ഒരു തുമ്പിയായിരിക്കും ചെങ്ങാതി തുമ്പി എന്ന് മലയാളത്തിൽ പേരുള്ള ബ്രാക്കിതെമിസ് കണ്ടാമിനാട്ട എന്ന് പറയുന്നത്. പിന്നെ ചെങ്ങാതി തുമ്പി എന്ന് വിളിക്കാൻ കാരണം ചിലപ്പോൾ നമ്മൾ വല്ല വെറ്റ്ലാൻഡ് അടുത്തുകൂടി പോകുമ്പോൾ നമ്മൾ പിന്നാലെ കുറച്ച് സമയത്ത് വന്നിരിക്കും. അപ്പോൾ അത്രയും കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. ഇത് കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് ബ്രാക്കിതെമിസ് കണ്ടാമിനാട്ട എന്ന് പേര് വന്നത്. ഏകദേശം എല്ലാ വെറ്റ്ലാൻഡിലും നന്നായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ്.
നല്ല ഓറഞ്ച് നിറമുള്ള ഒരു സ്പീഷീസ് ആണ്. ഈ ഫസ്റ്റ് കാണിക്കുന്ന ഫോട്ടോ മെയിലാണ്, സെക്കൻഡ് ഫോട്ടോ ഫീമെയിലാണ്. മെയിലിന്റെ ചിറകിന്റെ മുകളിൽ അധികം ഓറഞ്ചിഷ് കളർ കാണാം. പിന്നെ ഇത് നന്നായിട്ട് എന്താ ടെറിട്ടറിയിലാണ്. ഇതിന്റെ ടെറിട്ടറിയിൽ വേറെ എന്തെങ്കിലും തുമ്പി വന്നാൽ അതിനെ നന്നായിട്ട് ഓടിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അടുത്താണ് മതിൽ തുമ്പി എന്ന് പേരുള്ള ബ്രാഡിനോപൈഗ ജെമിനാറ്റ എന്ന് പറയുന്ന സ്പീഷീസ്. ഈ ബ്രാഡിനോപൈഗ 2 സ്പീഷീസ് ഉണ്ട്, പക്ഷെ ബ്രാഡിനോപൈഗ ജെമിനാറ്റ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നത്. ബ്രാഡിനോപൈഗ ജെമിനാറ്റ മതിൽ തുമ്പി, മതിലൊക്കെ എപ്പോഴും പെട്ടെന്ന് കൂടുതൽ ക്യാമഫ്ലാജ് ചെയ്യുന്ന തുമ്പിയാണ്. ഗ്രാനൈറ്റ് ഗോസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് പേര്. അപ്പൊ ഇത് നമ്മുടെ വീടിനടുത്തൊക്കെ അത്യാവശ്യം മോസിയൊക്കെ ആയിട്ടുള്ള മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വന്നിരിക്കും. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, നല്ല കളർ അതിനോട് യോജിക്കുന്ന കളറുള്ള മതിലായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ മതിൽ പ്രേമി എന്നൊക്കെ വിളിക്കും ചില ആൾക്കാർ ഇതിനെ. കാരണം എപ്പോഴും ആ മതിലിൽ തന്നെ ഇരിക്കും. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, നമ്മളൊരു മതിലിനടുത്തൂടെ പോകുമ്പോൾ പെട്ടെന്ന് പറന്നു പോകുന്ന സ്പീഷീസ് ആണ്. അത്യാവശ്യം കോമൺ ആയിട്ടൊക്കെ ചില നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തതാണ് ക്രോക്കോത്തമിസ് സെർവീലിയ എന്ന് പറയുന്ന റെഡി മാർഷ് സ്കിമ്മർ. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വെറ്റ്ലാൻഡിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഒത്തിരി പുഴയൊക്കെ അടുത്തും ചെറിയ ചെറിയ വെള്ളക്കെട്ടിനൊക്കെ അടുത്ത് കാണുന്ന ഒരു സ്പീഷീസ് ആണ്. ഇതിന് ഐഡന്റിഫിക്കേഷൻ പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇതിന്റെ ബോഡിയിൽ ഇത് ഫീമെയിൽ ആണ്, മെയിലും ഫീമെയിലൊക്കെയും ഇതിന്റെ അബ്ഡോമിനിൽ ബ്ലാക്ക് വര കാണും. അതാണ് ഇതിന്റെ ഐഡി പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ലൈൻ ആണ് ഈ ക്രോക്കോത്തമിസ് സെർവീലിയയുടെ ഐഡന്റിഫിക്കേഷൻ പോയിന്റ്. മെയിലും ഫീമെയിലും അത് ഉണ്ടാവും. കുറെ ചുവന്ന തുമ്പികൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇതിൽ ആ ഒരു ബ്ലാക്ക് ലൈൻ വേറെ ഒരു സ്പീഷീസിനും ഇല്ല അബ്ഡോമിനിൽ. അപ്പോൾ ക്രോക്കോത്തമിസിന് മാത്രമേ ഉള്ളൂ. ഇത് അതിനൊരു ഐഡന്റിഫിക്കേഷൻ പോയിന്റ് ആണ്. പൊതുവെ ഇച്ചിരി നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കുറേ ഉള്ള ഒരു ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്, എൻ്റെ നാട്ടിലൊക്കെ ഉള്ളത് കുറെ വെള്ളക്കെട്ടുകളാണ്. അപ്പോൾ അത് അവിടെയൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു സ്പീഷീസ് ആണ്. വീട്ടുമുറ്റത്തൊക്കെ രാവിലെയൊക്കെ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസും കൂടിയാണ് ക്രോക്കോത്തമിസ്. പിന്നെ അടുത്തത് എല്ലാവരും കണ്ടു കാണുന്ന, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു തുമ്പി, സമ്മർ സീസണിൽ കൂടുതൽ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു, ടെപ്ലാക്കോഡസ് ട്രിവിയാലിസ് എന്ന് പറയുന്ന തുമ്പി. ഇത് ഞാൻ രാവിലെ എടുത്ത ഫോട്ടോ ആണ് വീട്ടുമുറ്റത്ത്. കാരണം വീടിന്റെ മുറ്റത്ത് എപ്പോഴും രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയാൽ ഇപ്പൊ കാണുന്നത് ഇതിനെയാണ്. കാരണം അധികം ഹൈയിൽ പറക്കാൻ ഇഷ്ടപ്പെടാത്ത, അത്യാവശ്യം നമ്മുടെ ബട്ടർഫ്ലൈനേക്കാൾ താഴെ എല്ലാം നിലത്തൂടി മാത്രം ജസ്റ്റ് ഒരു സെന്റിമീറ്ററോളം മാത്രം പൊങ്ങി പറക്കുന്ന സ്പീഷീസുകളാണ് ഈ ഗ്രൗണ്ട് സ്കിമ്മർ എന്ന് പറയുന്ന നാട്ടുനിലത്ത് എന്നാണ് ഇതിന്റെ മലയാളം പേര്. ടെപ്ലാക്കോഡസ് ട്രിവിയാലിസ്. ഫസ്റ്റ് കാണുന്ന ഫോട്ടോ മെയിലിന്റെ ആണ്, സെക്കൻഡ് ഫോട്ടോ ഫീമെയിൽ ആണ്. അടുത്തതാണ് ഏഷ്യാറ്റിക് ബ്ലഡ് ടെയിൽ, ലാത്രസിസ്റ്റ ഏഷ്യാറ്റിക്ക. അത്യാവശ്യം നമ്മുടെ നാട്ടില് ചെറിയ വെറ്റ്ലാൻഡൊക്കെ അടുത്ത് നന്നായിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. ആദ്യം കൊടുത്ത ഫോട്ടോ മെയിലാണ്, രണ്ടാമത്തെ ഫീമെയിലാണ്. സൈസ് അത്യാവശ്യം വലിയ ഡ്രാഗൺ ഫ്ലൈ ആണ്. നല്ല ചുവന്ന കളറുള്ള അബ്ഡോമനും പിന്നെ ഒരു ഏഷി കളറുള്ള തൊറാക്സും ഒക്കെയുള്ള ഒരു തുമ്പിയാണ്. മെയിലിനെ മെയിലിനെ പോലെ ഇരിക്കുന്ന മറ്റൊരു മോർഫോഡി ഉണ്ട്, ഒരു റോസി കളറായിരിക്കും. പിന്നെ അടുത്തതാണ് ഫുൾബസ് ഫോറസ്റ്റ് സ്കിമ്മർ എന്ന് പറയുന്ന ന്യൂറോത്തമിസ് ഫുൾബിയ. കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കാടിന്റെ തുടക്കത്തിലൊക്കെ ഇത്തിരി ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ സ്ഥലത്തൊക്കെ ഒരു നന്നായിട്ട് കോമൺ ആയിട്ട് കാണുന്ന സ്പീഷീസ് ആണ്. പിന്നെ ഇത് വെറ്റ്ലാൻഡ്സിലും പ്രത്യേകിച്ച് പാഡി ഫീൽഡിലൊക്കെ കാണുന്ന സ്പീഷീസ് ആണ് ന്യൂറോത്തമിസ് ഫുൾബിയ എന്ന് പറയുന്നത്. നല്ല ഒരു ബ്രൗണിഷ് കളർ ആയിരിക്കും. ഇതിന്റെ ചിറകിൽ നല്ല അതിന്റെ വെയിൻസിന്റെ പാറ്റേണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഫസ്റ്റ് കാണിച്ച ഫോട്ടോ മെയിലാണ്, ഫസ്റ്റ് കാണിച്ച ഫോട്ടോ ഫീമെയിലാണ്, രണ്ടാമത്തെ ഫോട്ടോ മെയിലിന്റെയാണ്. പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ട് സാമി തുമ്പി എന്ന് മലയാളത്തിൽ പേരുള്ള ന്യൂറോത്തമിസ് തുള്ളിയാണ്. പൈഡ വാഡി സ്കിമ്മർ എന്നാണ് പേര്. അപ്പൊ തന്നെ സ്വാമി തുമ്പി എന്ന് പേരുള്ള മലയാളത്തിൽ പേരുള്ള തുമ്പിയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഈ പാഡി ഫീൽഡിലും വെറ്റ്ലാൻഡും ഒക്കെ എവിടെ നോക്കിയാലും കാണുന്ന ഒരു തുമ്പിയായിരിക്കും ന്യൂറോത്തമിസ് തുള്ളിയ എന്ന് പറയുന്നത്. ഈ കുറേ മോർഫ് ഉണ്ട്. ആദ്യം കാണിച്ചത് മെയിലാണ്, രണ്ടാമത് കാണിച്ചത് ഫീമെയിലാണ്. പക്ഷെ ഫീമെയിലിനെ പോലെ ഇരിക്കുന്ന മെയിലിനെ കാണാറുണ്ട്. പിന്നെ അടുത്ത സ്പീഷീസ് ഓർക്കിഡ്രം സെബീന, പച്ചവ്യാളിന്ന് മലയാളത്തിൽ വിളിക്കുന്ന തുമ്പി. ഗ്രീൻ മാർഷ് ഹോക്ക്. ഏറ്റവും കൂടുതൽ കാനിബാലിസം കാണുന്ന തുമ്പി ഇതാണെന്ന് തോന്നുന്നു. കാരണം ഈ സ്പീഷീസ് മറ്റുള്ള തുമ്പികളൊക്കെ പിടിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ചിലത്. കാനിബാലിസം തുമ്പികൾ നന്നായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഓർക്കിഡ്രം സെബീന തന്നെയാണ്. കാരണം ഇതേ സെയിം സ്പീഷീസിനടക്കം പിടിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ തുമ്പിയാണ്, നല്ല വേഗത്തിൽ ഫ്ലൈറ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല പച്ച കളറുള്ള തുമ്പിയാണ് ഓർക്കിഡ്രം സെബീന. അടുത്തത് ഓർക്കിഡ്രം
ക്രൈസിസ് എന്ന് പറയുന്ന തുമ്പിയാണ്. ഓർത്തിട്ടും ക്രൈസിസിന്റെ മലയാളം പേര് ചെന്തവിട് വ്യാളിത്തുമ്പി എന്നാണ്. അത്യാവശ്യം നല്ല കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഓർത്തിട്ടും തുമ്പിയുടെ കൂടെ തന്നെ കാണുന്ന സ്പീഷീസ് ആണ് ഓർത്തിട്ടും ക്രൈസിസ് എന്ന് പറയുന്നത്. നല്ല ഒരു ചുവന്ന കൊടുത്ത അബ്ഡോമനും അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളറുള്ള ഒരു തൊറാക്സ് ഒക്കെ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ആദ്യം കാണിച്ച ഫോട്ടോ മെയിലിന്റെ ആണ്, രണ്ടാമത് കാണിച്ച ഫോട്ടോ ഫീമെയിലിന്റെ ആണ്. പിന്നെയാണ് പാൻഡാല ഫ്ലാഗസിനസ് എന്ന് പറയുന്ന തുമ്പി, വാണ്ടറിങ് ഗ്ലൈഡർ. മലയാളത്തിൽ തുലാത്തുമ്പി എന്നാണ് ഇതിന്റെ പേരുള്ളത്. ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന തുമ്പിയാണിത്. കാരണം ഇത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്പീഷീസ് ആണ്. ഏകദേശം 14,000-ഓളം കിലോമീറ്റർ താണ്ടിക്കൊണ്ടാണ് ഇവരിങ്ങോട്ട് വരുന്നത്. ഏകദേശം മൺസൂൺ വിൻഡിന്റെ കൂടെയാണ് ഇവർ ഗ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഏകദേശം 4-5 ജനറേഷൻ എടുത്തിട്ടാണ് ഈ തുമ്പികൾ നമ്മുടെ നാട്ടിലെത്തുന്നത്. ആ തുലാമാസത്തിലൊക്കെ വെറ്റ്ലാൻഡിന്റെ ഒക്കെ അടുത്ത് പോയാൽ ചിലപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന തുമ്പിയാന്ന് പറയുന്നത്. കാരണം 4-5 ജനറേഷൻ എടുത്തിട്ടാണ് ഇവര് മൺസൂൺ വിൻഡിന്റെ കൂടെ ഇങ്ങെത്തുന്നത്. പിന്നെ ഇവരെ കൊണ്ട് മറ്റൊരു ഇതും പറയാണ്, ഇവര് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സിന് ഒരു ഫുഡ് സോഴ്സ് കൂടിയാണ് ഈ തുമ്പികളെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇവര് നമ്മുടെ ഭയങ്കര കോംപ്ലിക്കേഷനിലാകാൻ പറ്റും. വെറ്റ്ലാൻഡിന്റെ ഒക്കെ അടുത്തും ചില മലയുടെ ഒക്കെ മുകളിലൊക്കെ പോയാൽ നിറയവരായിരിക്കും ഇവരെ കാണും തുലാമാസത്തിലൊക്കെ കയറിയിട്ട്. പിന്നെ ആ സമയത്ത് നിറയെ മഴയായതുകൊണ്ട് ഈ റോഡിലൊക്കെ ഉണ്ടാവുന്ന കുഴിയിലും താൽക്കാലിക വീട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാ ചളി വെള്ളത്തിലൊക്കെ ഇവരെ മുട്ടയിടുന്നതാണ്. അങ്ങനെയാണ് അവർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നത്. 4-5 ജനറേഷൻ എടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവര് ഏറ്റവും കൂടുതൽ കാറിന്റെ മുകളിലും വിൻഷീൽഡിലും ഒക്കെ മുട്ടയിട്ട് വെക്കുന്നതാണ്. ആ മുട്ട മഴവെള്ളത്തിനോട് കൂടെ ഒലിച്ചു പോയിട്ടാണ് അവരുടെ ലൈഫ് സൈക്കിളും അവിടെയും കംപ്ലീറ്റ് ആകുന്നത്. പിന്നെ അടുത്തത് ഓണത്തുമ്പി എന്ന് മലയാളത്തിൽ പേരുള്ള ട്രയോത്തോമിസ് വരികേറ്റ, കോമൺ പിക്ചർ എല്ലാവരും കണ്ടു കാണും. ഓണക്കാലത്തൊക്കെ കൂടുതൽ കാണുന്നതുകൊണ്ടാണ് ഓണത്തുമ്പി എന്ന് പേര് വന്നത്. കാരണം നല്ല ശലഭത്തുമ്പി എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നേക്കാം. ബട്ടർഫ്ലൈസിനൊക്കെ പോലെയുള്ള വിങ്സിൽ നല്ല യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറേഷനുള്ള തുമ്പിയാണ് ട്രയോത്തോമിസ് വരികേറ്റ. പക്ഷെ അത്യാവശ്യം കൂടുതൽ ഭയങ്കര പോപ്പുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് കാണാൻ വെറ്റ്ലാൻഡുകളിലൊക്കെ പോയാൽ ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്ന പോലെ ഇങ്ങനെ മെല്ലെ പറന്ന് കളിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കണം ഇവർക്ക് ഓണത്തുമ്പി എന്ന് പേര് വന്നത്. അടുത്തത് ട്രൈത്തമിസ് ഫെസ്റ്റീവ എന്ന് പറയുന്ന ബ്ലാക്ക് സ്ട്രീം ഗ്ലൈഡർ. ആദ്യം കാണിച്ച ഫോട്ടോ ഫീമെയിലാണ്, പിന്നെ കാണിച്ചതാണ് മെയില്. സ്ട്രീമിലൊക്കെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പറക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്ട്രീം ഗ്ലൈഡർ എന്ന് പേര് വന്നത്. പക്ഷെ നല്ല ഫുൾ ബ്ലാക്കിഷ് ബോഡി ഒക്കെ ആയിട്ട് ചിറകിന്റെ തുടക്കത്തിൽ ഒരു ബ്രൗണിഷ് കളർ കാണാം. അതാണ് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ പോയിന്റ്, ആ ഒരു കളറും. പിന്നെ അബ്ഡോമൻ മൊത്തം നല്ല അപ്പൻഡേജ് അടക്കം ബ്ലാക്കിഷ് ആയിരിക്കും. അപ്പോൾ ഇത്രയും സ്പീഷീസിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ പരിചയപ്പെടുത്തുന്ന സ്പീഷീസിൽ പല ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാം. ഇനി തുമ്പിയുടെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് കൂടി കണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇതുവരെ പറഞ്ഞ വല്ല സ്പീഷീസിൽ ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇത്രയും പറഞ്ഞ സ്പീഷീസിൽ ഏകദേശം 33 സ്പീഷീസ് ഞാൻ പരിചയപ്പെടുത്തി തോന്നുന്നു. അതിലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവേ. നമുക്ക് ഇനി തുമ്പികളുടെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് കൂടി പറഞ്ഞു നിർത്താൻ തോന്നുന്നു. അപ്പോൾ തുമ്പികളെ പറ്റി കുറെ സ്പീഷീസിനൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ തുമ്പികൾ ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയും. കാരണം നമ്മുടെ വെറ്റ്ലാൻഡിന്റെ ഹെൽത്തിനും കാര്യങ്ങളൊക്കെ തുമ്പികൾ ഭയങ്കര പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം തുമ്പികൾ ഭയങ്കര പൊല്യൂഷൻ സെൻസിറ്റീവ് ആണ്. കാരണം വാട്ടറിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് വാട്ടർ സോഴ്സ് ഇല്ലാതാകുമ്പോൾ തുമ്പികളും വാനിഷ് ആവും. അപ്പോൾ നമ്മളെ ഒരു വെറ്റ്ലാൻഡിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ തുമ്പികളുടെ അവിടെയുള്ള പ്രസൻസും തുമ്പികളുടെ പോപ്പുലേഷനൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപകാരം ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളാണ്. കാരണം നമുക്ക് മനുഷ്യന്മാർക്ക് കുറെ ഉപദ്രവം ഉണ്ടാക്കുന്ന കുറെ ഇൻസെക്ട്സ് ഉണ്ട്. മോസ്റ്റ്ലി അഗ്രികൾച്ചറൽ പെസ്റ്റ്, പിന്നെ മോസ്റ്റ്ലി കൊതുക് തന്നെ. അപ്പോൾ
നമ്മുടെ നാച്ചുറലുള്ള ഒരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളറാണ് ഈ ഓർഡിനേറ്റ്സ്, ഡ്രാഗൺ ഫ്ലൈസും ഡാൻസർ ഫ്ലൈസ്. കാരണം ഇതില് നമ്മൾ പറഞ്ഞു ഇത് ലാർവ സ്റ്റേജിൽ തന്നെ ഒരു ദിവസം 30 മുതൽ 40 വരെ കൊതുകിന്റെ ലാർവകളെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇവര് മാസങ്ങളോളം ലാർവ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇവര് തിരിച്ച് അഡൽട്ട് സ്റ്റേജിലോട്ട് ആകുമ്പോൾ ഇവര് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും കൊതുകിനെയും അങ്ങനെ കൊതുകിനെയും മറ്റും കഴിച്ചിട്ടാണ് ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് കൊതുകിനെയും അതേപോലെ ഈ നമ്മുടെ അഗ്രികൾച്ചറൽ പെസ്റ്റിനൊക്കെ നാച്ചുറലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു എക്കോസിസ്റ്റത്തിന്റെ റിച്ച്നെസ്, അഥവാ അവിടെ എന്തൊക്കെ ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിങ്ങിന് വേണ്ടി തുമ്പയുടെ പ്രസൻസും തുമ്പയുടെ ഡൈവേഴ്സിറ്റിയും അവരുടെ അബൻഡൻസ്, അവരുടെ പോപ്പുലേഷന്റെ ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നമുക്കൊരു സ്ഥലത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മൈ സെഷൻ. അപ്പോൾ ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞ പോലെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ അമൃത ചേച്ചി, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാട്ടോ. നമുക്കൊരു ചെറിയ Q&A പോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു ആർക്കും ഡൗട്ടൊന്നും ഇല്ല. എനിവേസ് താങ്ക് യു. യാ പ്ലീസ്, സോറി. ആർക്കെങ്കിലും വല്ല ഫീഡ്ബാക്ക് ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം, വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അമൃത ചേച്ചി ആരും ഡൗട്ടൊന്നും ചോദിച്ചു കാണുന്നില്ല. ഓക്കെ, ദെൻ അമീൻ സ്റ്റിയറിന്റെ പേരിലും ഈ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെ പേരിലും ബിഗ് താങ്ക് യു. ഇറ്റ് വാസ് റിയലി ഇൻസൈറ്റ്ഫുൾ സെഷൻ. സോ ഐ തിങ്ക് യെസ്, then we can wind up the session. Okay, good night everybody.